അമ്മ ഒന്നും മിണ്ടുന്നില്ല. അമ്മക്ക് ഇങ്ങനെ ഒരു എന്തൊക്കെയോ മൊമെന്റ് ഒരു ചാനലിലും ഉണ്ടായിട്ടില്ല. എന്റെ അമ്മയും അമ്മൂമ്മയും ഞാനും ഇങ്ങനെ ഒരു വേദിയിൽ ഒരുമിച്ച് ഇതുവരെ. ഞങ്ങളും അതെ. ഞങ്ങളെ പറയടേ. അതെ, അതെ. അതാണ് സൂപ്പർ സ്റ്റാർ. അമ്മ ഇനി അമ്മ പറയൂ മകനെ പറ്റി. അവന് പാട്ട് കൊടുത്ത അദ്ദേഹം ഷാൻ റഹ്മാൻ, ഷാനിക്ക. അദ്ദേഹം ഇവിടെ ഉണ്ട്. പയ്യെ പയ്യെ എന്നുള്ള ആ പാട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതൊക്കെ അവനൊരു ഫ്രണ്ടിലോട്ടുള്ള ഒരു പടവിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിരുന്നു അതെല്ലാം. അയ്യോ, താങ്ക് യു അമ്മേ, താങ്ക് യു സോ മച്ച്. നമുക്ക് അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. എനിക്ക് ആ തുടക്കം ഔസേപ്പച്ചൻ സാറും ഷാനുക്കയും ഈ ഒരു മൊമെന്റിൽ ഞാനത് ഓർക്കാണ്. ഏറ്റവും ആദ്യം എൻ്റെ അമ്മാവനാണ്, താത്ത എന്നാണ് അവൻ വിളിക്കുന്നത്. കൊച്ചിലെ പഠിച്ചത് സാഫല്യം എന്ന് പറയുന്ന സിനിമയിൽ അതും എന്താ വലിയ ലെജൻഡിന്റെ കൂടെ നമ്മുടെ യേശുദാസ് സാറിന്റെ കൂടെയാണ് പാടിയത്. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പം 2 കമ്പോസേഴ്സ് ആണ് എനിക്ക് ആ സമയത്ത്. ഔസേപ്പച്ചൻ സാറും ആ സമയം തന്നെ ഷാനിക്കയും. ആദ്യം റിലീസ് ചെയ്ത ഷാനിക്കയുടെ പാട്ടെന്തായിരുന്നു. അങ്ങനെ ആ 2 കമ്പോസേഴ്സിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്റെ ലൈഫിൽ. എല്ലാ കമ്പോസേഴ്സിനോടും ഇനിയിപ്പോ വിദ്യാസാഗർ അദ്ദേഹത്തിന്റെ വാനം ചായം, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. അത് പറയേണ്ടത് ഒരു അത്യാവശ്യമാണ്. എന്താന്ന് വെച്ചാല് അദ്ദേഹം ആദ്യം, എൻ്റെ ഭർത്താവ് ആദ്യം കേട്ടത് ഇവന്റെ പാട്ട് അതാണ്. റിലീസ് ചെയ്യുന്നതിന് മുമ്പേ പാട്ടിറങ്ങി. അപ്പം അതിനുശേഷം 2018 ജൂൺ 22 അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. അതൊരു വല്ലാത്തൊരു ഒരു ഇൻസിഡന്റ് ആയിപ്പോയി. ഞങ്ങളെപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം അവിടെ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ രീതിയിലാണ് പോണത്. അച്ഛനെന്റെ ഒന്നും അങ്ങനെ ഒരു ഗ്രോത്ത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. വലിയ ആളായി എന്നല്ല, എന്നാലും ഇപ്പൊ ഉള്ള ഗ്രോത്ത് പോലും അച്ഛന് കാണാൻ പറ്റില്ല. അച്ഛൻ കാണുമ്പോൾ ഞാൻ ബസ്സിൽ കയറി ട്രിവാൻഡ്രത്ത് നിന്ന് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അത് മാത്രമേ അച്ഛൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ അവസാനം കേൾക്കുന്ന പാട്ട് ജീവാംശമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു എന്നെക്കാളും അവൻ ഫ്രണ്ടിലോട്ട് വരും. അവനും പിന്നെ മോനും അച്ഛനും കൂടെ പാടിയ ഒരെണ്ണമുണ്ട്, ഭക്തജനവത്സലെ എന്ന് പറഞ്ഞൊരു പാട്ട്. മോനൊരു ഒരു ലൈൻ അത് പാടും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് ആണ്. ഓക്കെ. കരുണാജനവത്സലേ ഇനി നമുക്ക് ആ ഗിഫ്റ്റ് കൊടുത്താലോ? കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്കാം. എന്തോ പണിയായിട്ട് വരുന്നത്. ഓക്കെ, എന്റെ ഫേവറേറ്റ് ഇതാണ് ഹരിച്ചേട്ടന് വേണ്ടി അമ്മയും അമ്മമ്മയും കൊണ്ടുവന്ന ഗിഫ്റ്റ്. രണ്ടുപേരും കൊടുത്തോ, രണ്ടുപേരും കൊടുത്തോ. ആദ്യമായിട്ടായിരിക്കും മത്തങ്ങയൊക്കെ. ഹാപ്പി ബർത്ത്ഡേ ഹരിച്ചേട്ടാ. കാണുന്നൊരു ഇവരെന്തിനീ മത്തങ്ങ കൊടുത്തിട്ട്. താങ്ക് യു ഫോർ ദിസ് വാട്ടർമെലൺ. ഞാനെന്തായാലും പിന്നെ അമ്മയോടും അമ്മമ്മയോടും രണ്ടുപേരോടും ചോദിക്കട്ടെ. ഇപ്പം ഹരി ഇപ്പം ഒരുപാട് പാട്ടുകൾ പാടിയില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടോ? അവൻ പാടിയ എല്ലാ പാട്ടും ഫേവറേറ്റ് സോങ്സ് തന്നെയാണ്. എങ്കിലും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് കാറ്റ് എന്നുള്ള ഫസ്റ്റ് പാട്ടാണ്. കാറ്റ് അത് ഔസേപ്പച്ചൻ സാറ് ആണ് ആദ്യം കൊടുത്തത്. അവൻ്റെ പിന്നെ താത്തയാണ് ആദ്യം കൊടുത്തത്. പക്ഷെ അതൊരു ചെറിയ കുട്ടി. അതിനു മുമ്പേ ശ്രീകുട്ടമാമൻ ആണ് ആദ്യം പാടിച്ചത് കാസറ്റിൽ. ഇന്ന് നിങ്ങൾ കേട്ടല്ലോ കന്യയ്യപ്പനും. ഈ ഷോർട്സ് ഒക്കെ ഞാനാണ് അയച്ചു കൊടുത്തത്. ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഫോട്ടോസ് ആണ്. അപ്പം രസകരമായിട്ടുള്ള 1-2 സംഗതിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇവൻ പഠിക്കുന്ന കാലത്ത് മഹാപിശുക്കനായിരുന്നു. പിശുക്കെന്ന് പറഞ്ഞാൽ 6 പിശുക്കൻ. അതിപ്പോഴും അത് ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം മാറി. പിശുക്കെന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻസിഡന്റ് കൂടെ ഉണ്ട്. അതായത് രാവിലെ ലക്ഷ്മി പൈസ കൊടുക്കും ബസ്സിന് വരാൻ. അപ്പൊ ഇവിടെ ഓട്ടോ കവടിയാറില് ഇറങ്ങിയിട്ട് അവിടുന്ന് നടക്കും വീട്ടിലേക്ക്, അത്രയും പൈസ ലാഭിക്കാൻ വേണ്ടി. എന്നിട്ട് ഈ പൈസ ലാഭിച്ചിട്ട് നീ തിരിച്ച് വീട്ടിൽ കൊടുക്കോ? ഞാൻ പറയാം. ഓടാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് പിന്നെ ഇവൻ ആ കറക്റ്റ് മിനിമം പോയിന്റ് ഉണ്ടല്ലോ, ആ മിനിമം പോയിന്റ് നോക്കി വെക്കും. എന്നിട്ട് ഇവൻ ഈ ബാക്കി വരുന്നതെല്ലാം സൂക്ഷിച്ചു വെക്കുവേ. മിനിമം പോയിന്റ് 10 രൂപ അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. ഇപ്പോഴൊക്കെ അല്ലേ 40 അങ്ങനെയൊക്കെ. അപ്പം ഇവൻ ആ മിനിമം പോയിന്റ് കഴിയുമ്പം അവൻ അവിടെ ഇറങ്ങും.
എന്നിട്ട് ഈ ചില്ലറകളെല്ലാം കൂടെ പെറുക്കി കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഈ ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, മോൻ നാളെ എൻ്റെ വണ്ടി തന്നെ കയറണം. അയാള് വെറുത്തു എന്നെ. ഞാനിങ്ങനെ ഓരോ രൂപയായിട്ട് ഇങ്ങനെ കൊടുക്കും. നാളെ ഈ വണ്ടിയിൽ തന്നെ നീ കയറണടാ. അല്ല നീ ഇതെല്ലാം ഇത്രയും പൈസ കൂട്ടി വെച്ചിട്ട് നീ എന്താ ചെയ്യുക? ഞാൻ അച്ഛന് കൊടുക്കും തിരിച്ച്. തിരിച്ചച്ഛന് കൊടുക്കും. അപ്പൊ നല്ല കുട്ടിയാ. ഞാൻ എന്റെ കച്ചേരിക്ക് കിട്ടുന്ന എന്താണോ, അന്ന് കച്ചേരിയല്ലേ ചെയ്യുന്നത്, അങ്ങനെ കൊണ്ട് അച്ഛന് കൊടുക്കുമായിരുന്നു. നമുക്കെന്നാ കേക്ക് മുറിക്കാം. Sure, yes, come on. അപ്പോ ശരത് സാറും ഷാനിക്കയും കൂടെ വാ. Happy birthday to you. Happy birthday to you. Happy birthday dear Shangu. Happy birthday Laddu.